പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തിരുവചന സന്ദേശം ലഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. അത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. ഞാൻ ജാതികളുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഇവിടെ സങ്കീർത്തനക്കാരനായ ഈ സങ്കീർത്തനം ഇത് കോരഹപുത്രന്മാരാണ്. പുത്രന്മാർ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം അവരോട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ മിണ്ടാതിരുപ്പീൻ, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. നീ മൗനമായിരുന്ന എന്ത് ചെയ്യണം, ഞാൻ ദൈവമാണെന്ന് അറിയണം. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ജാതികളുടെ ഉന്നതനാകും. ഈ സങ്കീർത്തനക്കാരൻ ഈ അധ്യായം എഴുതുമ്പോൾ പ്രവാസികളായി അല്ലെങ്കിൽ കടന്നുപോയ അവസ്ഥകളില് അവർ യുദ്ധത്തിന്റെയോ പ്രതിസന്ധിയോ ഏതോ സമയങ്ങളിലാണ് അവരെന്ത് ചെയ്യുന്നത് ആയിരിക്കുന്നത്. അവിടെ പറയുകയാണ്, നിങ്ങൾക്കെതിരായി യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ എന്ത് ചെയ്യണം, മൗനമായിരിക്കണം. നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ പകരം ചെയ്യാതെ, ഞാൻ ദൈവമാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ നടുവിൽ നിങ്ങൾ മൗനമായിരിക്കണം എന്ന് പറയുകയാണ്. ഇവിടെ പറഞ്ഞു, ഞാൻ ദൈവമാണ് അല്ലല്ലേ എന്നാ നിങ്ങൾ അറിയണം, അല്ലല്ല, അതിനെന്ത് ചെയ്യണം, നിങ്ങൾ മിണ്ടാതിരിക്കണം. എന്നിട്ട് പറയുകയാണ്, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. അപ്പൊ ഇവിടെ കോരഹപുത്രന്മാർ ഇവർ ജാതികളുടെ നടുവിലായിരിക്കുകയാണ്. ഇവരെ പ്രവാസികളാക്കി കൊണ്ടുപോയ, ബന്ദികളാക്കി കൊണ്ടുപോയവരുടെ നടുവിൽ ഇവരായിരുന്നു കൊണ്ട് അവർ കഷ്ടതകളിൽ അവരായിരിക്കുമ്പോൾ അവർ ദൈവത്തോട് പാടുമ്പോൾ ഹല്ലേലൂയ, ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, മിണ്ടാതിരിക്കണം, നിങ്ങൾ മൗനമായിരിക്കണം, നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ അറിയത്തക്കവണ്ണം എന്ത് ചെയ്യും, ഞാൻ പ്രവർത്തിക്കും. ആർക്ക് നേരെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? അല്ലെ, ഇവിടെ ജാതികളുടെ ഇടയിൽ ഞാൻ ഉന്നതനാകും. ഹല്ലേലൂയ. ഉന്നതന്മാർ അത്യുതനായ ദൈവം, ഹല്ലേലൂയ, അവർക്ക് മീതെ ചലിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, അവർക്ക് മീതെ ചലിക്കുവാൻ കഴിയുന്നവൻ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് ബലമില്ല, ഹല്ലേലൂയ, ഇവർക്ക് നേരെ ബലമില്ലാത്ത ജാതിയെ ഇവരെ ഈ യുദ്ധത്തിന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രവാസിയെ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാർ, അവര് ശക്തന്മാരാണ്, അല്ലെങ്കിൽ ശക്തന്മാരാണ്, അവർക്ക് എന്താ പറയുന്നത്, ബലമുണ്ട്, ഹല്ലേലൂയ, സൈന്യ ബലമുണ്ട്. എന്ത് ചെയ്യുക, ഈ ഇസ്രായേൽ ഇവിടെ സൈന്യ ബലം ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാഹ്യ ബലം ഉപയോഗിച്ച് അവരുടെ ജഡത്തിന്റെ ബലം ഉപയോഗിച്ച് ഇവരെന്ത് ചെയ്യുക, ഇസ്രായേൽ ജനത്തെ ബന്ദികളാക്കി കൊണ്ടുപോയപ്പോൾ അവരെക്കാൾ, ആ ബന്ദികളാക്കിക്കൊണ്ട ശത്രുവിനേക്കാൾ അല്ലെ ശക്തനായ അല്ലെ ദൈവമാണ്, അല്ലെങ്കിൽ ഉന്നതനായ ദൈവമാണ് നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അവരെക്കാൾ ഞാൻ ശക്തനാണ്, അത് ഞാൻ എന്ത് ചെയ്യും, ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യും, തെളിയിക്കും. ഞാൻ ഉന്നതനാണെന്ന്, അവരെക്കാൾ വലിയവനാണെന്ന്, അല്ലെ എന്റെ ശക്തി ഒരിക്കലും അവസാനിക്കാത്താണെന്ന് എന്ത് ചെയ്യും, ഞാൻ അവരുടെ നടുവിൽ എന്ത് ചെയ്യും, തെളിയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ജാതികളുടെ ഇടയിൽ ഞാൻ ഉന്നതനാകും. ഒന്ന് പറയുകയാണ്, ഒരു സംഘത്തിൽ അല്ലെങ്കിൽ ഒരു ദേശത്ത് അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഉന്നതനാണെന്ന് അറിയാം. എന്നിട്ട് പറയാൻ രണ്ടാമത് ഞാൻ ഭൂമിയിൽ ഉന്നതനാകും എന്ന് പറയുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്യും, സകല ജാതികളും അറിയത്തക്കവൻ എന്ത് ചെയ്യും, ജനമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അല്ല, അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്ന, നിങ്ങൾ മൗനമായിരുന്ന, നിങ്ങൾ ദൈവസനെ മൗനമായിരുന്ന എന്ത് പ്രാർത്ഥിക്കണം, മൗനമായിരുന്ന നിങ്ങൾ ദൈവത്തിലേക്ക് അപേക്ഷിക്കണം, മൗനമായിരുന്ന ദൈവപ്രവർത്തികൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരിലൂടെ സംസാരിക്കുക എന്നാണ്. ഈ വാക്യം നിശ്ചലമായിരിക്കുക, ഹല്ലേലൂയ, നിങ്ങൾ മൗനമായിരിക്കുക, നിങ്ങൾ പ്രവർത്തിക്കാൻ പോകണ്ട, ഹല്ലേലൂയ, പകരം എന്ത് ചെയ്യും, ഞാൻ ദൈവമാണ്, ഞാൻ എന്ത് ചെയ്യും, പ്രവർത്തിക്കും. ദൈവത്തിന്റെ ശക്തിയിലും സംരക്ഷണത്തിലും വിശ്വാസത്തിലും ആത്മവിശ്വാസത്തോടെ നിങ്ങൾ എന്തിനായിരിക്കണമെന്നാണ് തന്റെ ജനത്തോട് പറയുന്നത്. തന്റെ ജനത്തെ വിടുവിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിവുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മൗനമായിരിക്കണം. നിങ്ങൾ ജഡത്തെ പ്രയത്നിക്കാനോ പോരാടുവാനോ എന്ത് ചെയ്യണ്ട, പോകാതെ ഹല്ലേലൂയ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണമെന്നാണ്. ഞാൻ നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്.
നിങ്ങൾ എന്ത് ചെയ്യണം? എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ആയിരിക്കുവാൻ ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിൻ്റെതായ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. എന്നാൽ എന്ത് ദൈവം പറയുകയാണ്? ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മൗനമായിരിക്കണം. ഹല്ലേലൂയ. നിശ്ചലമായിരുന്ന ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തികളെ അറിയണം. ഹല്ലേലൂയ. എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അല്ല, ആ ദൈവത്തിൽ പരമ അധികാരത്തില് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധി പറഞ്ഞിട്ട്, ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ ജനം, കോരഹ് പുത്രന്മാർ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധി അവര് അനുഭവിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ച് ദൈവത്തോട് പറഞ്ഞു. അല്ലെ, അപ്പോൾ ദൈവം പറയാ, നീ മിണ്ടാതിരിക്കുക. നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ മൗനമായിരിക്കുക. ഹല്ലേലൂയ. നീ ഒന്നും ചെയ്യാൻ പോകണ്ട. ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ആരെന്ന്, ഹല്ലേലൂയ, ഞാൻ മഹത്വമുള്ള ദൈവമാണെന്ന്, തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണെന്ന്, ഞാൻ ശക്തനായ ദൈവമെന്ന്, എനിക്ക് മീതെ ഒരുവൻ ഇല്ലെന്ന്, ജാതികളുടെ ഇടയിലും ഭൂമിയുടെ നിങ്ങൾ ആ പാർക്കുന്ന ദേശത്ത് നിങ്ങൾ കൊണ്ടുവന്നായിരിക്കുന്ന ഇടത്ത് എന്ത് ചെയ്യും? ദൈവം തെളിയിക്കും. പകരം ഈ ഭൂമിയിൽ, ഹല്ലേലൂയ, ദൈവം ചെയ്ത പ്രവർത്തികളെ വർണ്ണിക്കുവാനിടയായിത്തീരും. ഒന്ന്, നിങ്ങൾ നിശ്ചലമായിരിക്കും. രണ്ട്, നിങ്ങൾ അറിയണം ദൈവം ആരെന്ന് അറിയണം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അറിയുന്നത്, കോരഹ് പുത്രന്മാരെ നിങ്ങൾ അറിയണം ഞാൻ ആരെന്ന്. ഹല്ലേലൂയ. പറയുക, നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും അനുഭവിക്കണം. നിങ്ങൾ യഥാർത്ഥമായി അറിയണം. ഈ അറിയുക എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം സ്വന്തം ദേശത്തായിരുന്ന സമയത്ത് ദൈവത്തിന് ഭക്തി കൊടുക്കുകയോ, ദൈവത്തെ ഭയപ്പെടുകയോ, ദൈവത്തെ സ്നേഹിക്കുകയോ, ദൈവത്തെ ആരാധിക്കുകയോ അവർ ചെയ്യാതിരുന്ന സമയങ്ങളുണ്ട്. അവർ അന്യദേവന്മാരെ ആശ്രയിച്ചു പോയ സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. അവർ കഷ്ടങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവർ ദൈവത്തെ വിളിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ അവരുടെ സുഖമായ സമയങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? ദൈവത്തെ വിട്ട് വഷളമായി പ്രവർത്തിച്ച് ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്ത് ആയിരുന്ന സന്ദർഭങ്ങൾ. എന്നാൽ അവർ കഷ്ടതയിലായിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഇവിടെ അറിയുക എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ സമയത്തും നിങ്ങൾ എന്നെ അറിയണം. നിങ്ങളുടെ കഷ്ടത സമയം മാത്രമല്ല, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളും എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം. അറിയുക മാത്രമല്ല, നീ എനിക്ക് വേണ്ടി ജീവിക്കണം. നീ എന്റെ പദ്ധതി പ്രകാരം, എന്റെ കൽപ്പന പ്രകാരം, എന്റെ ഇഷ്ടപ്രകാരം, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ ജീവിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവമാണെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരുമ്പോൾ മാത്രമല്ല ഞാൻ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. നമ്മുടെ സുഖമുള്ള കാലത്തും ഏത് സമയത്തും നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കുവാനുണ്ട്. കർത്താവ് അങ്ങനെയാണ് പറയുന്നത്, ഞാൻ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷെ എന്ത് ചെയ്യാം? നിന്റെ അവസ്ഥകളുടെ സമയങ്ങളിലല്ല, നിന്നെ ബന്ദികളാക്കി കൊണ്ടുപോകാൻ മാത്രമല്ല, നിങ്ങൾ അടിമലോകത്തിലേക്ക് പോകുക മാത്രമല്ല, എന്റെ മുഖത്തേക്ക് അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. എല്ലാ സമയത്തും നീ എന്നെ അറിയണം. ഇവിടെ പറയുകയാണ്, ഞാൻ ദൈവമാണ്, നീ അറിയണം. അതുകൊണ്ടാണ് ഇന്ന് നിന്നെ കഷ്ടങ്ങളിലൂടെ കയറ്റിവിടുന്നത്. നിനക്ക് പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ സ്വയമായിട്ട് നമ്മുടെ ശക്തി കൊണ്ട്, ഇസ്രായേൽ ജനത്തിന് സ്വന്തം ശക്തി കൊണ്ട് അവർക്ക് ജയിച്ചു കയറാം. എന്നാൽ ദൈവമില്ലാതെ, ദൈവത്തിന്റെ ആശ്രയമില്ലാതെ ഇന്ന് അവർക്ക് എന്ത് ചെയ്യുക? അടിമ മുഖത്തിന് പുറത്തു വരാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അവര് എന്ത് ചെയ്തു? അവർക്ക് മനസ്സിലായി, ദൈവത്തെ കൂടാതെ എന്ത് ചെയ്തു? ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവത്തെ കൂടാതെ, ഹല്ലേലൂയ, ഒന്നും കഴിയുകയില്ലെന്ന് ഇന്ന് ഇസ്രായേൽ ജനം എന്ത് ചെയ്യുക? ഈ അടിമുഖത്തിൽ കിടക്കുമ്പോൾ, ഈ ഹല്ലേലൂയ, ഈ ബന്ദികളാക്കി ഇവരെ കൊണ്ടുപോകുമ്പോൾ അവർ മനസ്സിലാക്കി, ദൈവത്തെ കൂടാതെ, ഹല്ലേലൂയ, എന്ത് ചെയ്യുക? ദൈവത്തെ കൂടാതെ ഒന്നും കഴിയുകയില്ല. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാലേ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയുള്ളൂ എന്ന് പറയാം. ഇവിടെ ഈ വിശ്വാസത്തെ കുറിച്ച് ഒന്ന് ദൈവത്തിൽ കീഴടങ്ങണം. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾക്ക് നേരെ എതിരായി വരുന്നവരോട് നാം മൗനമായിരുന്ന ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മൗനമായിരിക്കണം. എന്നാൽ മാത്രമേ ദൈവം എന്ത് ചെയ്തുള്ളൂ? പ്രവർത്തിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ശക്തിയിലെയും, ഹല്ലേലൂയ, ദൈവത്തിന്റെ, ഹല്ലേലൂയ, കരുണയിലും ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യും? ഉത്കണ്ഠകൾ, അമിത ഭാരങ്ങൾ ഉണ്ടാകും. എന്നാൽ ഭാരമുണ്ടാകുമ്പോൾ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ അതിനെ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണമായും
നിശ്ചലമായി മൗനമായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനിടയാണ്. പ്രിയരെ, അല്ലെങ്കിൽ ഇന്ന് ഈ തിരുവചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നാം മറ്റുള്ളവരെ ആശ്രയിക്കാതെ കുറച്ചു നേരം കുറച്ച് സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ നിങ്ങൾ കഴിയുമോ? ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് നിങ്ങൾ പരമാധികാരത്തെ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുവാൻ സമർപ്പിക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾ ഇടയാകുമോ? നിങ്ങളുടെ നല്ല സമയങ്ങളിൽ, നിങ്ങളുടെ കഷ്ടകാല സമയങ്ങളിൽ ദൈവത്തെ നിലവിളിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഏത് സമയത്തും ദൈവത്തോട് ചേർന്നിരുന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ഈ സങ്കീർത്തനക്കാരൻ കോരഹപുത്രന്മാര് നമുക്ക് ഇസ്രായേൽ ജനമാണ്. അവരെ അവർക്ക് നന്മയുള്ള സമയത്ത് അവരെന്ത് ചെയ്തു? അന്യദേവന്മാരെ ആഗ്രഹിച്ച് ദൈവത്തിന്റെ സ്ഥാനത്തിന് വില കൊടുക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വില കൊടുക്കാതെ, ദൈവ പദ്ധതിക്ക് വില കൊടുക്കാതെ അവര് സ്വന്തം മോഹങ്ങളിൽ ആശ്രയിച്ചു പോയി. എന്നാൽ അവര് കഷ്ടകാല സമയത്ത് അവര് ദൈവസൻ നിലവിളിക്കുക. നാമും ഇതുപോലെ തന്നെയാണ്. നമുക്ക് നല്ല സമയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല, നമുക്ക് ഉപവസിക്കാൻ സമയമില്ല, ഒന്നിനും നമുക്ക് സമയം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, അതിഭയങ്കരമായ കഷ്ടങ്ങൾ നമുക്ക് അപ്പോഴാണ് നമ്മൾ ദൈവസനിൽ ആശ്രയിക്കും. എന്നാൽ തിരുവചനം പറയുകയാണ്, കുഞ്ഞെ, നിന്റെ ഏത് സമയം നീ ദൈവത്തെ ആശ്രയിക്കണം. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മൗനമായിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് പ്രത്യുത്തരം ചെയ്യാതെ, ഒരാളെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പറയാതെ ദൈവത്തിന്റെ സന്നിധി കീഴ്പ്പെട്ടിരിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവാത്ഭുതം, നീ ആയിരിക്കുന്ന ദേശത്ത് ദൈവാത്ഭുതങ്ങളെ ചെയ്യും. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നീ മിണ്ടാതിരിപ്പിരുന്ന നീ മിണ്ടാതിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കണം. ആ ദേശം മാത്രമല്ല, ആ ഭൂമിയിലുള്ളതും അറിയും. ഈ സാഹചര്യത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്തത് ഇന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാളുകളിൽ നമുക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന് ചെന്ന് ഇരിക്കുന്നെങ്കിൽ, കീഴ്പ്പെടുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കും. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ജീവിതാനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിനെ മിണ്ടാതിരുന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി പ്രത്യാശിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിത അത്ഭുതങ്ങളെ ചെയ്യും. ജനത്തിൽ പ്രവർത്തിക്കുന്നവന് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയത്തിരുന്നാൽ, ദൈവസ്ഥനെ വിശ്വസ്തയോടെ ആയിരുന്നാൽ ദൈവം നിങ്ങളുടെ ജീവിത അത്ഭുതങ്ങളെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം ഒന്നിച്ചമ്മെ സഹായിക്കട്ടെ. ആമേൻ.